വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. മാനസിക സന്തോഷം, മാനസിക സമാധാനം ഇവയിൽ വലിയ പ്രാധാന്യം ഉള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ മാനസിക സന്തോഷവും സമാധാനവും കുറഞ്ഞു പോവുകയും ലോകത്തിൽ മനുഷ്യർ അതിനായി അലഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന അനേകായിരങ്ങൾ സമാധാനത്തിനായി, ആശ്വാസത്തിനായി, ഉറങ്ങേണ്ടതിനായി ഒരുപക്ഷെ മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സുകൾ കഴിച്ച് ഉറങ്ങുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് ദൈവം തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്കായി മാനസിക സമാധാനവും സന്തുഷ്ടിയും എപ്പോഴും പകരുന്ന ദൈവമാണ്. ദൈവം തന്നിരിക്കുന്ന സമാധാനത്തെ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരുപക്ഷെ കവർന്നു കളയുവാൻ കഴിയത്തില്ല, നാം അത് നഷ്ടപ്പെടുത്തി കളയാതെ. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും സാഹചര്യങ്ങളും നിമിത്തം നാം ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള സമാധാനത്തെ, സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയുന്നവരായി തീർന്നു പോകാറുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു: നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ഇല്ല. അപ്പോൾ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത് ദൈവം നൽകി തന്നിരിക്കുന്ന സന്തോഷത്തെ നാം നശിപ്പിച്ചു കളയാതെ ആർക്കും അത് കവർന്നെടുക്കുവാൻ കഴിയുകയില്ല. പക്ഷേ പലപ്പോഴും ദൈവം തന്നിരിക്കുന്ന സന്തോഷത്തെക്കാൾ, സമാധാനത്തെക്കാൾ വലുതായി ലോകത്തിൻ്റെ ചിന്തകൾ, താൽക്കാലിക മോഹങ്ങൾ, അങ്ങനെ വ്യക്തിപരമാകുന്ന വിചാരങ്ങൾ നമ്മളെ പ്രകോപിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ പലപ്പോഴും കവർന്നു കളയുകയും ചെയ്യുന്നത് നമുക്ക് ഈ ലോകത്തിൽ അനുഭവമുള്ള അവസ്ഥയാണ്. എന്നാൽ എന്താണ് സന്തോഷം? ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: Joy is an inner experience of rejoicing imparted by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ദൈവം തൻ്റെ മക്കളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നതാണ് സന്തോഷം. മറുഭാഗം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന സാഹചര്യങ്ങളോ അവസ്ഥകളോ ഒന്നും തന്നെ ഈ സന്തോഷത്തെ കവർന്നെടുക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. 16-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു: ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് എന്ന് പറയുന്നു. അതേ, ജീവൻ്റെ വഴി കാണിച്ചു തരുന്ന ഒരു ദൈവം, വലത്തുഭാഗത്ത് എന്നും സന്തോഷവും അതിൻ്റെ പ്രമോദവും നൽകി തരുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതേ, ലോകത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയപ്പോൾ ഇങ്ങനെ പറയുന്നു: മനുഷ്യനെ ദൈവം സന്തോഷമുള്ളവരായി ഭൂമിയെ അടക്കി വാഴേണ്ടതിന് ദൈവം മനുഷ്യനെ ആക്കി വെച്ചു. എന്നാൽ മനുഷ്യൻ്റെ എടുത്തുചാട്ടമോ സ്ഥാപിത താല്പര്യങ്ങളോ സ്വന്തമായ വികാരമോ ഒരുപക്ഷെ പരാജിതനാക്കുകയും അവൻ്റെ സന്തോഷത്തെ കവർന്നെടുക്കുകയും ചെയ്തു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പിന്നെയും 35-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: എൻ്റെ ഉള്ളം യഹോവയിൽ സന്തോഷിക്കും, അവൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കും എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾക്ക് സന്തോഷം പകർന്നു തരുന്ന ഒരു വലിയവനാകുന്ന ദൈവം, അതെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തി തരുന്ന ഒരു വലിയവനാകുന്ന ദൈവം, ആ ദൈവത്തെയാണ് നാം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ
ദൈവവചനത്തിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രാധാന്യം ലോകത്തിലുള്ള പലതിലേക്കും ശ്രദ്ധ പതിക്കുമ്പോൾ നാം ഒരു പരാജയമായി മാറുകയാണ്. ഞാനിവിടെ ചിന്തിക്കുന്നത്, വാട്ട് ഈസ് ഇൻ അവർ ഇൻഹെറിറ്റൻസ് ഇൻ ക്രൈസ്റ്റ്? നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾക്ക് ദാനമായി തന്നിരിക്കുന്ന അവകാശം എന്ത് എന്നതിനെക്കുറിച്ച് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ജീസസ് ഗീവ്സ് അസ് ഇസ് ജോയ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ഇല്ല. നമ്മൾക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന അല്ലെങ്കിൽ അവകാശമായി തന്നിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് സന്തോഷം. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ഇല്ല. നാം കളയാതെ നമ്മിലെ സന്തോഷം ആർക്കും കവർന്നു കളയാൻ കഴിയുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതത്തിനായിട്ടാണ് ദൈവം നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നത്. ആയതിനാൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന സന്തോഷം, ദൈവമേൽപ്പിച്ചിരിക്കുന്ന സമാധാനം അത് സമൃദ്ധിയായി ഉപയോഗിച്ച് നമ്മുടെ ജീവിത നാളുകൾ ഫലകരമായി ജയകരമായി കഴിപ്പാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മുടെ സന്തോഷത്തെ നശിപ്പിച്ച് കളയുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൻ്റെ താൽക്കാലികതയിലേക്ക് മയങ്ങി വീണ് സന്തോഷം നശിച്ചു പോകുന്ന അനേക മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിച്ചു കളയുവാനും കള്ളൻ വരുന്നു, എന്നാൽ യേശുക്രിസ്തു പറയുകയാണ്, സമൃദ്ധിയായ ജീവൻ തരുവാൻ, അതേ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ തരുവാൻ എൻ്റെ യേശു നായകൻ ഈ ഭൂമിയിൽ അവതരിച്ചു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ, സന്തോഷം ദാനമായി നൽകിത്തരുവാൻ നമ്മളുടെ യേശു നായകൻ ഈ ഭൂമിയിൽ അവതരിച്ചു. പിന്നെ നാം ഇവിടെ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ഹൃദയത്തിലെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ഇല്ല. നമ്മളുടെ ഹൃദയത്തിലെ സന്തോഷത്തെ എടുത്തു കളയുവാൻ ലോകത്തിലെ ശക്തിക്ക് ഒന്നിനും തന്നെ ഇടവരുത്. അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവിലുള്ള സന്തോഷത്തെ അല്ലെങ്കിൽ സ്നേഹത്തെ, സമാധാനത്തെ എന്നിൽ നിന്ന് എടുത്തു കളയുവാൻ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ വാഴ്ചയ്ക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ഒന്നും തന്നെ കഴിയുകയില്ല. അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുകളിൽ കാണുന്ന ഒന്നിനും, ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നിനും, നാളുകളിൽ വരുവാനുള്ള ഒന്നിനും എൻ്റെ സമാധാനത്തെ കവർന്നു കളയുവാൻ കഴിയുകയില്ല. ദൈവിക സന്തോഷമുള്ളവരായി ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ആയുസ് ജീവിച്ചു പുലർന്ന് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി മുന്നേറുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മളെ സഹായിക്കേണ്ടിയിരിക്കുന്നു. അതെ, ആരും നമ്മളുടെ സന്തോഷത്തെ, സമാധാനത്തെ കവർന്നു കളയാനിടവരാതെ ദൈവവചനത്തിലും ദൈവവചനത്തിൻ്റെ ശക്തിയിലും വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തിന് പ്രാധാന്യം കൽപ്പിച്ച് മുൻപോട്ട് പോകാം. ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ദൈവിക സമാധാനമുള്ളവരായി, സമൃദ്ധിയുള്ളവരായി, സന്തോഷമുള്ളവരായി, ദൈവകൃപയിൽ നിന്ന് ശക്തിയും അനുഗ്രഹങ്ങളും വിടുതലും ഏറ്റെടുത്തവരായി മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പോരുകളെയും വിശ്വാസത്താൽ ജയമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം മനസ്സലിയണം, ദൈവപ്രവൃത്തി കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.